എത്ര ഏത് പണി വന്നോ? പേജ് എത്ര? ആ പേജ് എത്ര? 359. ആ 50. ആ أعوذ بالله من الشيطان الرجيم لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അതിൻ്റെ തജ്വീദ് ലാ തജ്അലു ദുആ അർ-റസൂലി. അവിടെ ദുആ അതിൻ്റെ പേരെന്താ പറഞ്ഞോളി? ദുആ മദ് മുത്തസിൽ അല്ലേ? മദ് മുത്തസിൽ. മദ് മുത്തസിലിൻ്റെ ഹുക്മ് നിർബന്ധമാണ്. അപ്പം എങ്ങനെ ഓതണം? ലാ തജ്അലു ദുആ അർ-റസൂൽ. അവിടെ ദുആ 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. പിന്നെ അടുത്ത ദുആവും അതേപോലെ തന്നെ കദുആഇ, അവിടെയും 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. പിന്നെ ബഅദികും ബഅദ, അവിടെ എന്താ ചെയ്യേണ്ടത്? ബഅദികും ബഅദ, അവിടെ എന്താ ചെയ്യേണ്ടത്? സാക്കിനായ മീമിൻ്റെ ശേഷം ബാഗ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? സാക്കിനായ മീമിൻ്റെ ശേഷം ബാഗ് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതാ? ബഅദികും ബഅദ എന്ന് തന്നെ ഓതണം. ആ മീമിനെ ഒരല്പം ചെരിഞ്ഞ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ കത്, പിന്നെ അടുത്ത് യതസല്ലലൂന മിൻകും, ആ നൂനിന് എന്ത് ചെയ്യണം? അവിടെ ഇഖ്ഫാ ചെയ്യണം. മിൻകും. പിന്നെ ആ മീമിനെ ഇദ്ഹാർ ചെയ്താൽ മതി. പിന്നെ ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അൻ, ആ നൂനിന് എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. കാരണം ഇദ്ഹാറിൻ്റെ അക്ഷരമാണ് ഹംസ. പിന്നെ അൻ തുസീബഹും, ആ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ മണിക്കല്ല, ആ മണിക്ക് ഉന്നത്തുണ്ട്, പക്ഷെ എന്തല്ല, ഇദ്ഗാമല്ല എന്നർത്ഥം. അൻ തുസീബഹും. പിന്നെ ഫിത്നത്തുൻ, അവിടെ ആ ദമ്മ തൻവീൻ എന്താ ചെയ്യേണ്ടത്? ഇദ്ഹാർ ചെയ്യണം. ഫിത്നത്തുൻ ഔ, ഫിത്നത്തുൻ എന്ന് നൂനിനെ വെളിവാക്കിയാൽ മതി. ഔ യുസീബഹും അദാബുൻ, അവിടെ അദാബുൻ എന്നുള്ളിടത്ത് ഇദ്ഹാർ ചെയ്താൽ മതി. അപ്പോൾ ഓതേണ്ടത് അദാബുൻ അലീം. അലീം. പിന്നെ നിർത്തുകയാണെങ്കിൽ 4 മുതൽ 6 ഖദർ വരെ നിർത്തണം. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് എന്നും പറയണതാണ്. ഇതുണ്ടോ? അർത്ഥം പറഞ്ഞോളി. ലാ തജ്അലു, ലാ തജ്അലു. ദുആ അർ-റസൂലി, ദുആ പറഞ്ഞാൽ പ്രാർത്ഥന, മറ്റൊരർത്ഥം വിളി. ദുആ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിയെ നിങ്ങൾ കണക്കാക്കരുത്. ബൈനക്കും,
നിങ്ങൾക്കിടയിൽ കദുആഇ ബാദിക്കും ബഅള, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ കണക്കാക്കരുത്. ഖദ് യഅലമുല്ലാഹ്, അള്ളാഹു അറിയുന്നുണ്ട്. അല്ലദീന, ഒരു കൂട്ടരെ, യതസല്ലലൂന അവർ മെല്ലെ മാറിപ്പോകുന്നു, ഒളിഞ്ഞു പോകുന്നു. മിൻകും, നിങ്ങളിൽ നിന്ന്. ലിവാദ, മറ്റാളുകളെ മറപിടിച്ചുകൊണ്ട് മാറിപ്പോകുന്നു. ഫൽയഹ്ദർ, അതിനാൽ യഹ്ദർ, സൂക്ഷിച്ചു കൊള്ളട്ടെ, ഭയപ്പെട്ടു കൊള്ളട്ടെ. അല്ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലദീന, ഒരു കൂട്ടർ, യുഖാലിഫൂന, അവർ എതിര് പ്രവർത്തിക്കുന്നു, മുഖാലഫ പ്രവർത്തിക്കുന്നു. അൻ അംരി, അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും, അവർക്ക് ബാധിക്കുന്നതിന്. ഫിത്നത്തുൻ, വിപത്ത്, ആപത്ത്, എന്തെങ്കിലും ആപത്ത്. ഔ, അല്ലെങ്കിൽ യുസീബഹും, അവർക്ക് ബാധിക്കും. അദാബുൻ, ശിക്ഷ. അലീം, വേദനയേറിയ ശിക്ഷ, നോവേറിയ ശിക്ഷ ബാധിക്കുന്നതിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആയത്ത് തുടങ്ങുന്നത് ലാ തജ്അലു. നമ്മൾ ജഅല എന്തൊക്കെ അർത്ഥം പഠിച്ച്? ഒന്ന്, ആക്കി വെക്കുക, ഉണ്ടാക്കി വെക്കുക. ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പെരുമാറരുത്, അല്ലെങ്കിൽ ലാ തജ്അലു ദുആ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിയെ നിങ്ങൾ കണക്കാക്കരുത്. ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള വിളിയെ. കദുആഇ ബാദിക്കും ബഅള, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ. ദുആ എന്നുള്ള പദം എന്താ ശരിക്ക്? ദുആ എന്ന് പറഞ്ഞതിന് എന്തൊക്കെ അർത്ഥമുണ്ട്? ദുആ, പിന്നെ ഇനി നോക്കിയോളൂ കേട്ടോ. അതിൻ്റെ പിന്നെ ഇതെന്താ? ദുആ എന്നുള്ളതിൻ്റെ ഇതെന്താ ശരിക്ക്? ബോർഡില്ലെന്ന് നിങ്ങൾക്കറിയാം. ദുആ എന്നുള്ളതിൻ്റെ ഇതിൻ്റെ ജസർ നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ റൂട്ട് എന്നറിയും. റൂട്ട് എന്താ? ജസർ എന്ന് പറയുന്നത് എന്താ? റൂട്ട് എന്താ ശരിക്ക്? ഇവിടെ ഒരു ഇംഗ്ലീഷുകാരും ഇല്ലേ? ഓരോ സംഗതിക്കും ഒരു റൂട്ട് ഉണ്ടാവില്ലേ? വേരുണ്ടാവില്ലേ? ഉണ്ടാവും. ഇതിൻ്റെ വേരുകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പേര് ദാല്, ഐന്, ല. എന്താണ് ശരിക്ക്? വാവാണ്. ദാല്, ഐന്, വാവാണ്. അവിടെ ഇവിടെ എഴുതി കാണിച്ചത് നിങ്ങൾക്ക് അല്ലേ? ദഅവത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും ഉള്ളത് ദാല്, ഐന്, വാവാണ്. അതിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? ദുആ. എവിടേക്കാണ് നിങ്ങൾ ഭാഷയിൽ എവിടേക്കാണ് ദുആ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദാല്, ഐന്, വാവാണ്. അത് എങ്ങനെ മനസ്സിലാക്കുക? ഏതെന്നാണ് ഉണ്ടാവുന്നത്? ദഅ യദ്ഉ, ഒരർത്ഥം വിളിക്കുക. രണ്ടാമത്തെ ഒരർത്ഥം എന്തൊക്കെ? പ്രാർത്ഥിക്കുക അല്ലേ? ദുആ എന്നുള്ളതിന് പ്രാർത്ഥന എന്നുള്ള അർത്ഥമുണ്ട്, വിളിക്കുക എന്ന അർത്ഥമുണ്ട്. ഇനി നിങ്ങൾ ഒന്നുകൂടി തിരിച്ചു വരിക. ദുആ ഉർ റസൂൽ എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് പറഞ്ഞാണ്. ദുആ ഉർ റസൂൽ ആരെങ്കിലും ഒരാൾ പറയും. ഷൗക്കത്ത് പറഞ്ഞ ദുആ ഉർ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാത്ത പദമൊന്നുമില്ലല്ലോ. ഷായിബ് പറഞ്ഞ പ്രവാചകനോടുള്ള വിളി. ഇയാൾ പറഞ്ഞു പ്രവാചകന്റെ വിളി. എന്താ വ്യത്യാസം? അല്ല, ദുആ ഉർ റസൂൽ അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് ബോർഡ് നിർബന്ധം കേട്ടോ. അത് ഇനി നോക്കിയോളൂ കേട്ടോ. നിങ്ങൾക്ക് ഫായിൽ എന്ന് പറഞ്ഞിട്ട് സംഗതി അറിയില്ലേ? ഫായിൽ
ഈ ഫായിൽ എന്താ ഈ ഫായിൽ അറിയുന്നത്? പിന്നെ ആക്ഷൻ ചെയ്യുന്ന ആൾക്കാണ് എന്ത് പറയുന്നത്? ഫായിൽ. മഫൂൽ അറിയണതോ? ആക്ഷൻ കിട്ടിയ ആൾക്ക്. ഇപ്പൊ ഉദാഹരണമായിട്ട് കാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊലയാളി. മക്തൂൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കൊല ആർക്കാ ലഭിച്ചത്? ഞാൻ ഷുഐബിനെ കൊന്നാൽ ഞാൻ ആരാ? കാത്തിൽ. മക്തൂൽ ആരാ? ഷുഐബ്. അപ്പൊ ഞാൻ ഫായിലാണ്, ഷുഐബ് മഫ്ഊലാണ് അല്ലേ? ഷുഐബ് മഫ്ഊലാണ്. ഇനി ദുആ എന്ന പദത്തെ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദുആ എന്ന പദത്തെ പിന്നെ ഫായിലിലേക്ക് ചേർത്തി പറഞ്ഞാൽ, ദുആ എന്ന പദത്തെ ഫായിലിലേക്ക് ചേർത്തി പറഞ്ഞാൽ ആ വിളിക്കുന്ന ആള്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിക്കുന്നു എന്നാവും അർത്ഥം. മനസ്സിലാവുണ്ടെങ്കിൽ ദുആ എന്ന മസ്തറിനെ, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയാധാതു, വെർബൽ നൗൺ അല്ലേ? ക്രിയാധാതുവിനെ ഫായിലിലേക്ക്, ആക്ഷൻ ചെയ്യുന്ന ആളിലേക്ക് ചേർത്തി പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ വിളിക്കുന്നു, നമ്മെ വിളിക്കുന്നു എന്നർത്ഥമാവും. അപ്പൊ ദുആ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫായിലാണ് എങ്കിൽ അള്ളാഹിന്റെ റസൂല് നമ്മളെ വിളിക്കുന്നു എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു അർത്ഥം, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കാണ്. അങ്ങനെയാണെങ്കിലോ അതിനും ദുആ റസൂൽ എന്ന് പറയും, മഫ്ഊലിലേക്ക് ചേർത്തി പറയും. അപ്പോൾ വെർബൽ നൗണിനെ അഥവാ മസ്തറിനെ ഫായിലിലേക്കും ചേർത്തി പറയും, മഫ്ഊലിലേക്കും ചേർത്തി പറയും. ദുആ റസൂൽ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥവും അവിടെ ഉദ്ദേശിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പിടുത്തം കിട്ടിയോ? അപ്പം ഫായിലിലേക്കും ചേർത്തി പറയും, മഫ്ഊലിലേക്കും ചേർത്തി പറയും. ഇനി ഫായിലിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫായിലിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂല് നമ്മെ വിളിക്കുക എന്നൊരർത്ഥം. ഇനി മഫ്ഊലിലേക്ക് ചേർത്തി പറയുമ്പോഴോ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വിളിക്കുക. അപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിച്ചാൽ എന്തൊക്കെ മര്യാദകളാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്? അതാണ് ആയത്തിന്റെ പൊരുൾ അല്ലേ? അപ്പൊ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അത്യന്തം ആയമുള്ള ഒരു ഭാഷാശാസ്ത്രം അതിൻ്റെ അകത്തുണ്ട്, ദുആ റസൂൽ. പിന്നെ അങ്ങേയറ്റത്തെ ആദരവ്, പിന്നെ ബഹുമാനം കാണിക്കുന്ന ഒരു അതും അതിലുണ്ട്. പിന്നെ ആത്മീയമായ മറ്റു ഒരുപാട് പാഠങ്ങളും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കാം, അള്ളാന്റെ റസൂല് നിങ്ങളെ വിളിച്ചാൽ ആ വിളിയെ നമ്മൾ പരസ്പരം വിളിക്കുന്നത് പോലെ, ഞാൻ ഷുഐബേ അല്ലെങ്കിൽ ഷൗക്കത്തെ എന്ന് വിളിക്കുമ്പോൾ ഓ മുഹമ്മദേ എന്ന് നമുക്ക് വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. പാടുണ്ടോ? യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. ഖുർആനിൽ എവിടെങ്കിലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ നോക്കിയ നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു തരേണ്ടി. മുഹമ്മദ് എന്നുള്ള പേരുണ്ടാവും, പേരല്ല പറയണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ചിട്ട് പറയാം, എല്ലാന്നൊന്നും കൊട്ടക്കണക്കിന് പറയണ്ട. ഉണ്ടോ പരിശോധിക്കുക, ഖുർആൻ മറിച്ചു വെക്കുക, ഉണ്ടോ നോക്കുക. ഖുർആനിലുള്ളത് യാ നബിയല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇങ്ങനെയുള്ള ആദരവിന്റെ വാക്കുകളാണ് മുഹമ്മദ് നബിയെ അള്ളാഹു വിളിച്ചിട്ടുള്ളത്. ഇതേ ആദരവിന്റെ വാക്കുകളായിരിക്കണം നമ്മളും മുഹമ്മദ് നബിയെ വിളിക്കേണ്ടത് എന്ന ഒരു അർത്ഥം പാഠമാണ് അതിൽ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത്, അതാണ് നമ്മളിങ്ങനെ പരസ്പരം ആളുകളുടെ പേര് വിളിച്ച് പറയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ പാടില്ല എന്ന ഒരു അർത്ഥം. രണ്ടാമതായിലുള്ള എന്താ? മുഹമ്മദ് നബി നമ്മെ വിളിച്ചാൽ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കുണ്ടാകുന്ന സ്വഭാവം എന്തായിരിക്കും? സാധാരണ ഒരു വ്യക്തി വിളിക്കുന്നത് പോലെയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ വിളിക്കുന്നത്, സഹാബത്തിനെ വിളിക്കുന്നത്, അനുയായികളെ വിളിക്കുന്നത്. മറിച്ച് ആ വിളിക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, പിന്നെ അച്ചടക്കത്തോടു കൂടി
ആയിരിക്കണം അതിന് മറുപടി പറയേണ്ടത്. അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടുത്തെ ലോക പോലീസ് നിങ്ങളൊരു വിളിയായിട്ട് വിളിച്ചാലോ എന്നെ ഫോണിൽ വിളിച്ചു എന്ന് കിട്ടാം, സപ്പോസ്. അല്ലേ? ലോക പോലീസിന് അറിയില്ല നിങ്ങൾക്ക്? വിളിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഈ ക്ലാസ്സിൽ നിന്ന് എണീറ്റ് കാർ എടുത്തു ടാക്സി എടുത്ത് പോലെ നിങ്ങൾ പോവില്ലേ? പോവും. എന്തുകൊണ്ടാ പോണ നിങ്ങള്? പേടിയും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട്. വിളിച്ചതാരാ? പിന്നെ തലപ്പത്തുനിന്നാ, അല്ലേ? കേന്ദ്രത്തുനിന്നാ വിളി വന്നത്. അതുകൊണ്ട് അനുസരിക്കൽ എൻ്റെ ബാധ്യതയാണ്. അല്ലേ? ഈ പിന്നെ രാഷ്ട്രത്തിൻ്റെ നേതാവിനാണ് വിളിച്ചത്, അതുകൊണ്ട് അനുസരിക്കൽ എൻ്റെ ബാധ്യതയാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. അല്ലേ? എങ്കിൽ ഒരു ലോക പോലീസിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുന്നെങ്കിൽ രാജാധിരാജനായ അള്ളാഹുവിൻ്റെ ദൂതനാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വിളിക്ക് വേഗത്തിൽ ഉത്തരം നൽകണം. അവിടെ ഒരു അലംഭാവം പാടില്ല എന്ന് അത് നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? ലാ തജാലു ദുആ റസൂലി ബൈനക്കും കദുആ ഇബാദിക്കും ബഅള. അപ്പം ആ രണ്ടാശയം നിങ്ങളുടെ മനസ്സിൽ വേണം. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിക്കുമ്പോൾ ആ വിളിക്ക് നാം വേഗത്തിൽ ഉത്തരം നൽകേണ്ടതുണ്ട്, ഉത്തരം നൽകാതിരിക്കരുത് എന്ന ആശയം അതിലുണ്ട്. പിന്നെയോ നമ്മൾ പ്രവാചകനോട് പെരുമാറുമ്പോൾ അച്ചടക്കത്തോടും ബഹുമാനത്തോടും കൂടി നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? പെരുമാറേണ്ടതുണ്ട് എന്ന ഒരു വലിയ പാഠവും അതിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കിങ്ങള്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ എന്നുള്ളതിന് ഇപ്പം നമ്മളിവിടെ അർത്ഥം പറഞ്ഞത് എന്താ? വിളിക്ക് അറബി ഭാഷയിൽ എന്താ പറയാ? നിദാ. അള്ളാഹ് നിദാ ഉർ റസൂൽ എന്നാണോ പറഞ്ഞത്? ല. എന്തേ അറബി ഭാഷയിൽ ഈ കൺഫ്യൂഷൻ ഇല്ലാതെക്കാൻ നിദാ ഉർ റസൂൽ എന്ന് പറഞ്ഞാൽ പോരേനോ? അത് പറഞ്ഞില്ല. അള്ളാഹ് ഉപയോഗിച്ചത് ദുആ ഉർ റസൂൽ എന്നാണ്. എന്താ നിദാഉം ദുആഉം തമ്മിലുള്ള വ്യത്യാസം? നിദാ എന്താണ്? ദുആ എന്ന് പറയുമ്പോൾ അത് നിദാഇനേക്കാൾ ആഴമേറിയ ആശയമാണ് അതിലുള്ളത്. എന്തൊക്കെ അതിലുള്ളത്? ദുആ എന്ന് പറയുമ്പോൾ അതിലൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു അപേക്ഷയുണ്ട്. പിന്നുള്ളത് അതിൽ ഒരു തൗജീഹുണ്ട്, നിർദ്ദേശമുണ്ട്. പിന്നെ അതിലുള്ളത് അത് സ്വീകരിക്കാനുള്ള ഒരു കൽപ്പന അതിലുണ്ട്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ക്ഷണം എന്തുണ്ട്? ആ ദുആ എന്ന് പറയുമ്പോൾ അതിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ കൂടിയ ഒരു വാക്കാണ് ഇത് ദുആ എന്ന് പറയുന്നത്. എന്നാൽ നിദാ എന്ന് പറയുമ്പോൾ കേവലം ഒരു വിളി മാത്രമേ ഉള്ളൂ. അല്ലേ? നമ്മളും പരസ്പരം വിളിക്കുന്നത് പോലെ ഒരു വിളി മാത്രമേ ഉദ്ദേശിക്കുന്നതുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വ തആല നിദാ ഉപയോഗിക്കാതെ വിളി എന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ എന്ന അർത്ഥം ആ പദം ഉപയോഗിച്ചത്? അതിലൊരു യുക്തിയുണ്ട്. അള്ളാഹിന്റെ റസൂല് അള്ളാഹുവിൻ്റെ റസൂലിന്റെ വിളിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഖ്തിയാരിയായിട്ട് ചോയ്സ് എടുക്കാൻ പാടില്ല. ഇപ്പം ഷുഐബിന് വിളിച്ചാൽ വേണമെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാം, വേണമെങ്കിൽ അവിടെ ഒന്നോട്ടെ, രണ്ടും ചെയ്യാം. അല്ലേ? അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം, കുറച്ചു നേരം കഴിയട്ടെ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം. എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ വിളിക്ക് അങ്ങനെ ഒരു ചോയ്സ് നിങ്ങൾക്കില്ല എന്ന് കാണിക്കാനാണ് ദുആ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചോയ്സ് നിങ്ങൾ എടുത്താൽ ആ ദുആഇന്റെ ആശയം പോകും. അത് അള്ളാഹിനോടുള്ള അനുസരണക്കേടാവും. മനസ്സിലാവുണ്ടോ? അവിടെ വരുന്നത്. അതുകൊണ്ട് ആ ദുആ എന്ന പദം അല്ലാഹു തആല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മൻ യുതഇർ റസൂല എന്താണ്? ഫഖദ് അതാ അല്ലാഹ്. ആരാണോ അള്ളാഹുവിന്റെ റസൂലിനനുസരിച്ചവൻ അള്ളാഹിനനുസരിച്ചവനാണ് അവൻ. അല്ലേ? അപ്പം അള്ളാഹിന്റെ റസൂലിനനുസരിക്കുന്നത് അള്ളാഹുവിനനുസരിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ദുആ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അതുകൊണ്ടാണ് ആ പദം അള്ളാഹിന്റെ റസൂൽ എന്താണോ പറഞ്ഞത്, കൊണ്ടുവന്നത്, അത് അപ്പടി അതേ പ്രകാരം സ്വീകരിക്കുക. അള്ളാഹിന്റെ റസൂൽ അരുതേ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് നിങ്ങൾ
വെടിയുക എന്നതാണ് അതിൻ്റെ ഒരാശയം. ഇനി ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ എന്ന് പറയുന്നിടത്ത് എന്തൊക്കെ ആശയങ്ങളാണ് പിന്നെ അവിടെ ഉള്ളത്? അപ്പോൾ നമ്മൾ പരസ്പരം പെരുമാറുന്നത് പോലെ അള്ളാൻ്റെ റസൂലിൻ്റെ കലാമ് കേൾക്കുമ്പോൾ നമ്മൾ പെരുമാറാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബിയുടെ കാലഘട്ടത്തെ സഹാബത്ത് ചിലരൊക്കെ സ്വാഭാവികമായ ശബ്ദം ഉയർത്തുന്നവരുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് വരും, പ്രകൃതിയാ തന്നെ ചിലർക്ക് അങ്ങനെ ശബ്ദം വരും. അതിൽ പെട്ട ഒരു സഹാബിയാണ് ആര്? സാബിത്ത് ബിൻ ഖൈസ്. രണ്ടാമത്തെ ഒരാള് ഉമർ ബിൻ അൽ ഖത്താബ്. ഈ സാബിത്ത് ബിൻ ഖൈസും ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ വിശുദ്ധ ഖുർആനിലെ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി എന്ന് പറയുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുത് എന്ന ആയത്തിറങ്ങിയപ്പോൾ ആ സഹാബത്തിന് എന്തായി? പേടിയായി. സാബിത്ത് ബിൻ ഖൈസ് പറയാം, ഞാൻ നശിക്കുമോ അല്ലെങ്കിൽ നരകവ അവകാശിയാകുമോ എന്ന് വരെ പേടിയായി. കാരണം എന്താ? അയാൾ നാവിടുത്ത വലിയ ശബ്ദം വരിക. ചിലവിലെ ശബ്ദം അങ്ങനെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയ അങ്ങനെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉള്ള ശബ്ദം ഉണ്ടാവും. അതേപോലെ തന്നെയായിരുന്നു ആരുടേതും മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെതൊക്കെ. മിക്കവാറും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഉമറിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ സാധിക്കും, അത്ര വലിയ ശബ്ദമാണ്. അപ്പം ഈ ആയത്തിറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ സംസാരത്തിൻ്റെ ശൈലി പോലും മാറ്റിയിട്ട് എത്രത്തോളം മാറ്റി എന്ന് പറഞ്ഞാൽ ഉമർ എന്തെങ്കിലും പിന്നെ നബിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി പറയും, ഞാൻ കേട്ടില്ല, ഒന്നുകൂടിയും പറയും, ഇങ്ങനെ ആവർത്തിച്ച് പിന്നെ പറയാൻ വേണ്ടി പറയും. എന്ന് പറഞ്ഞാൽ അത്ര സ്ലോ ആയിട്ടാണ്, ശബ്ദം കുറച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ആര് സംസാരിച്ചിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിരുന്നത് എന്നതൊക്കെ ചരിത്രത്തിലും ഹദീസിലും ഒക്കെ കാണാൻ സാധിക്കും. അപ്പം ആ ഒരു അദബ് അല്ലേ, ആ ഒരു സംസാര ശൈലി, ആ ഒരു അച്ചടക്കം എന്തു വേണം? ആർക്കുണ്ടായിരുന്നു? സഹാബത്തിനുണ്ടായിരുന്നു. ഇനി നമ്മളിൽ എവിടെയാണ് ഈ അച്ചടക്കം ഉള്ളത്? നമുക്ക് ഈ അച്ചടക്കം ഉണ്ടോ അല്ലേ? നമുക്ക് അച്ചടക്കം ഉണ്ടോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു സുന്നത്ത് നമ്മുടെ മുമ്പിലെത്തിയിട്ട് നമ്മൾ അതിനെപ്പറ്റി പിന്നെ ഒന്നും എതിർത്ത് പറയണില്ല അല്ലേ? എതിർത്ത് പറയണില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പരിഗണിക്കണില്ല അല്ലേ? നമ്മളതിനെ പരിഗണിക്കില്ല. അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസും നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കൊരു ഫോണിലൊരു മെസ്സേജും വന്നിട്ടുണ്ട്. ഏതാ നമ്മൾ ആദ്യം നോക്കുക? ആദ്യം നോക്കുക. ഞാനേതാ നോക്കുക? നിങ്ങളേതാ നോക്കുക? ഞാൻ മെസ്സേജ് നോക്കുക. അപ്പം തന്നെ നമ്മളെ മനസ്സിലാക്കുക നമ്മളാരാ, നമുക്ക് എത്രമാത്രം പിന്നെ വിശ്വാസമുണ്ട്, പ്രവാചകന്റെ സുന്നത്തിനോട് എത്രമാത്രം പിന്നെ ഇതുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ, സാധാ പ്രവൃത്തികളിൽ നിന്ന് തന്നെ പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ അവഗണന, ആ അലസത, പിന്നെ അല്ലെങ്കിൽ ആ ലാഘവത്വത്തോടു കൂടി കാണുന്ന ആ രംഗം, അത് പ്രവാചകന്റെ സുന്നത്തിനോടുള്ള അവഗണനയാണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കി. ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ. രണ്ടാശയം പറഞ്ഞു. ഒരാശയം ഏതേനു? ഒന്ന്, നമ്മൾ പ്രവാചകനെ വിളിക്കുമ്പോൾ യാ മുഹമ്മദ് പോലുള്ള ആ വിളി. രണ്ടാമത്തത് അള്ളാൻ്റെ റസൂൽ നമ്മളെ വിളിക്കുമ്പോൾ, അള്ളാൻ്റെ റസൂൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. പിന്നെന്താ ഇപ്പം അള്ളാൻ്റെ റസൂൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പച്ചയായിട്ട് നമ്മളെ മുമ്പിലുണ്ട് അല്ലേ? അതിനെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ദുആ എന്ന് പറഞ്ഞാൽ വിളി എന്നല്ലാത്ത മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണ്? ആദ്യം നിങ്ങൾ പറഞ്ഞ എന്തേനു? പ്രാർത്ഥന. അപ്പം അതിൻ്റെ ആശയം എന്താവും? അപ്പം അങ്ങനെ മൂന്നാമത്തെ ഒരു ആശയം എന്താവും? ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന നിങ്ങൾ പരസ്പരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ ഗണിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ സ്പോട്ടിൽ തന്നെ ഉത്തരം കിട്ടും അല്ലേ? നിങ്ങൾ സാധാരണക്കാർ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല പ്രവാചകന്റെ പ്രാർത്ഥന എന്ന ആശയം പറഞ്ഞവരുമുണ്ട്. അപ്പം എല്ലാ നിലക്കും ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ എന്ന് പറയുമ്പോൾ ഒന്ന്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന ഉദ്ദേശിക്കാം. രണ്ട്,
നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പെരുമാറുന്നത് ഉദ്ദേശിക്കാം. 3, അള്ളാഹിൻ്റെ റസൂല് നമ്മെ വിളിക്കുക വിളിക്കുമ്പോൾ നമ്മുടെ ഏതൊക്കെ രൂപത്തിലുള്ള അച്ചടക്കമാണ് നാം പാലിക്കേണ്ടത് എന്ന അർത്ഥവും അതിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഒന്നുകൂടി തിരിച്ചൊരു ദുആ അല്ലേ, അവിടെ ഒരു ബലാഗാശാസ്ത്രം കൂടിയുണ്ട്. എന്താ ദുആ എന്ന് പറഞ്ഞാൽ ബലാശാസ്ത്രമുള്ളത്? എന്താ പൈലുള്ള നിങ്ങൾക്ക് ആ കേൾക്കുമ്പോൾ? നിങ്ങളിപ്പം ദുആ എന്നുള്ള പദം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ഉണ്ടാവുക? ദാല്, ഐന്, പിന്നെ ഒരു അലിഫ് ഉണ്ടല്ലേ നിങ്ങൾ? എങ്ങനെ നിങ്ങൾ ഓതുന്നത്? ദുആ അല്ലേ? കണ്ടെങ്കിൽ ദുആ എന്ന് പറയുമ്പോൾ എൻ്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തുന്നുണ്ടല്ലേ നിങ്ങൾ? കണ്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരാൾ അറിയാതെ അവൻ്റെ കൈ ഇങ്ങനെ ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയരുന്ന ആ ഒരു ശബ്ദം അതിൻ്റെ അകത്തുണ്ട് എന്നതാണ് ആര് പറയുന്നത്? ബലാഗാശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ആ അലിഫും മദ്ദും ഇട്ടത് എന്നുള്ളതാ. പിന്നെ ആ കൈ ഇങ്ങനെ പൊന്തുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിപ്പ് കൂടും ചെയ്യുന്ന, ശരിയായി പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ കേട്ടോ, ശരിക്കും പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടും ചെയ്യുന്ന. അതേപോലെ തന്നെ ആ പ്രാർത്ഥിക്കുന്ന ആ ചോദിക്കുന്ന കാര്യം ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന. അപ്പം ഇതൊക്കെ എന്തിലുണ്ട്? ദുആ എന്ന പദത്തിൻ്റെ ആ ചുരുളിൽ ഉണ്ട് എന്നതാണ് ബലാഗാശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഇൻ്റെ അദബ് പഠിപ്പിച്ചപ്പോൾ എന്തൊക്കെ പഠിച്ചത്? നിങ്ങൾ ഉയർത്തിയ കയ്യ് സിഫറായി, കാലിയായിട്ട്, 0 ആയിട്ട് മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നവനാണ്. ഒരു ഹദീസ്. അപ്പം അവിടെ എന്ത് ചെയ്യാം? കൈ ഉയർത്തി പ്രാർത്ഥിക്കാം എന്നതിലുണ്ട് അല്ലേ? നമസ്കാരത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളൂ. കൈ ഉയർത്തി പ്രാർത്ഥിക്കാം എന്നതിലില്ലേ? ഉയർത്തിയ കൈ കാലിയായിട്ട് അള്ളാഹു തആല എന്ത് ചെയ്യില്ല. അപ്പം ആ കൈ ഉയർത്തണയിൽ എന്തുണ്ട്? അവൻ്റെ ഹൃദയവും ആ കൈയായിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ അങ്ങനെ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് റസൂലുള്ള കൈയുയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കി. എവിടെ? മഴയില്ലാത്തപ്പം മഴയ്ക്ക് വേണ്ടിയിട്ടാണ് ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച്. അതൊരു വട്ടാണോ ചോദിച്ചത്? ആണോ? അല്ല, ഒരു വട്ടമല്ല, കുറേ പ്രാവശ്യം ആവർത്തിക്കാണ് അല്ലേ? അല്ലാഹുമ്മ അഗീസിനാ, പഠിച്ചോനെ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ആവർത്തിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആവർത്തിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് താര ഒഴുകണൊക്കെ ഉണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിലുള്ള താഴോട്ട് വീകുന്നുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലം തുഅബദ് ബഅദു ഫിൽ അർദ് എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. എവിടെയാണത്? ബദർ യുദ്ധത്തിൽ അവിടെ കയ്യാണ്ട് ഉയർത്തിയിട്ട് ആ കൈ ഇങ്ങനെ പൊങ്ങിയിട്ട് തോളിലുള്ള തട്ടം എന്ത് ചെയ്ത് തായോട്ട് ഇങ്ങോട്ട് വികാറായി എന്നാ. അപ്പൊ ആലോചിച്ചു നോക്കൂ. അപ്പൊ ആ രൂപത്തിൽ ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളതും ദുആ എന്ന പദത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് ആര് പറയുന്നു? ബലാഗാശാസ്ത്രം വിവരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പം അത്യന്തം വിനയമുള്ള ഒരു വിളിയാണ് യഥാർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണമാണ് ദുആ എന്ന് പറയുന്നത് അല്ലേ? അതിൽ ഒരു ചോദ്യമുണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ അങ്ങേറ്റത്തെ വിനയവും ഭയവും അള്ളാഹുവിൻ്റെ മഹത്വം അത് മനസ്സിൽ കൊണ്ടുവരലൊക്കെ ഏതിലുണ്ട്? ദുആ എന്ന് പറയുമ്പോൾ അതിലുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അപ്പം ദുആ എന്ന് പറയുന്നത് കേവലം നമ്മളെ തൊള്ളകൊണ്ട് പറയുന്നത് അള്ളാഹുവേ എന്ന് പറയൽ മാത്രമല്ല. ആണോ? ഇല്ല, അത് മാത്രമല്ല. മറിച്ച് ദുആയിൽ എന്തുണ്ട്? ഞാൻ പാപ്പിയാണ് പടച്ചോനെ, ഞാൻ പാപം ചെയ്തിട്ടുണ്ട് പടച്ചോനെ എന്നൊരു അംഗീകാരമുണ്ട്. ആദ്യത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം നബിയായ ആദം നബി അലൈഹിസ്സലാം, ആ ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എന്താ? റബ്ബനാ വലംനാ അൻഫുസനാ. എന്തിനാ പറഞ്ഞത്? പടച്ചോനെ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ, പിന്നെ ഞങ്ങൾ അനീതി ചെയ്തു. ആരോട്? അള്ളാനോട് എന്ന് പറഞ്ഞ് അൻഫുസന, ഞങ്ങളോട് തന്നെ അനീതി ചെയ്തിട്ടുണ്ട് പടച്ചോനെ എന്ന് പറഞ്ഞാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചോനെ, ഇൻ്റെ അടുത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് പടച്ചോനെ. അംഗീകാരമാണ്. അപ്പൊ തെറ്റ് പറ്റി അല്ലേ, ഞാൻ തിന്മ ചെയ്തു എന്ന അംഗീകാരമാണ് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ എന്നെ നാം പഠിപ്പിക്കണം. അപ്പൊ ദുആയിൽ എന്തുണ്ട്? ഒരു അംഗീകാരമുണ്ട് എന്നും ബലാഗാശാസ്ത്രജ്ഞന്മാർ വിവരിക്കണ കാണാം.
അതുകൊണ്ടാണ് സലഫു സാലികൾ പറയുന്നത് കാണാം, മാ ഉഅ്തിയ അബ്ദുൻ ശൈഅൻ ബഅദൽ ഈമാനി ഖൈറൻ മിന ദുആ. ഒരു അടിമക്ക് സത്യവിശ്വാസത്തിന് ശേഷം ലഭിക്കണ ഏറ്റവും വലിയ ദാനമാണ് പ്രാർത്ഥന എന്നുള്ളതാണ് അല്ലേ. സത്യവിശ്വാസം കഴിഞ്ഞാൽ പിന്നെ അവന് ലഭിച്ച അവൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ഉപഹാരം എന്ന് സലഫുകൾ പറയുന്നത് കാണാം. മറ്റൊന്ന് കാണാം, അദ്വാഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. അപ്പം ദ്വാ എന്ന് പറഞ്ഞ ഈ ഒരു ആശയമൊക്കെ നമുക്ക് കാണാം. ഇനി നമ്മളൊന്നും പ്രാർത്ഥിക്കണമെന്നില്ല എങ്കിൽ എന്താവും? പ്രാർത്ഥന ഇല്ലാത്തൊരു ഹൃദയമാണ് എൻ്റെ ഹൃദയമെങ്കിൽ എന്താവും? അത് വറ്റി വരണ്ട് കിടക്കണ ഭൂമിയെ പോലെയാവും. എന്താ ഈ വറ്റി വരണ്ട് കിടക്കണ ഭൂമി? അതിന് മഴ ഇട്ടുമ്പോൾ എന്താവും? ഒന്നായിട്ടൊരു കുളിർത്ത് വരും അല്ലേ. അപ്പം വറ്റി വരണ്ട് കിടക്കുന്ന ഹൃദയത്തെ അതിനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധമാണ് ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന ഭൂമിക്ക് മഴ ലഭിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കാൻ പിന്നെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായി പ്രാർത്ഥിക്കണം. അതാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം അതോടൊപ്പം ആ പ്രാർത്ഥനൻ്റെ അദബുകളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും വേണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു അടുത്തതെന്താ? ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ. അവിടെ ഖദ് യഅലമുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയുന്നുണ്ട്. അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞു പോകുന്ന. തസല്ലുൽ എന്ന പറഞ്ഞ പദം എന്താണ് ശരിക്ക്? അതിൻ്റെ ജിസർ എന്താണ്? റൂട്ട് എന്താണ്? അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട്? നിങ്ങൾ ഈ റൂട്ട് പറയുമ്പോൾ സാൽമേക്കുള്ള റൂട്ടല്ല കേട്ടോ. എന്താ ഈ റൂട്ട് അറിയണത്? ലിവാസ എന്ന് പറഞ്ഞ എന്താണ്? സീന് ലാമ് അല്ലേ? 3 അക്ഷരാണ്. സീന് ലാമ്. തസല്ലല എന്നൊക്കെ പിന്നെ കൂടി വന്നതാ. തസല്ലല തഫഅല വദിനാണ്. ശരിക്ക് ഒരു ക്രിയയുടെ പിന്നെ യഥാർത്ഥ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 അക്ഷരേ ഉണ്ടാവുള്ളൂ. ആ 3 അക്ഷരം അതിലേതാണ്? തസല്ലുൽ എന്ന് പറയുമ്പം സീന് ലാമ് ഇരട്ടിച്ച് വന്നതാ അല്ലേ. എന്താണ് അതിൻ്റെ ആശയം? പുറത്തു പോവുക എന്നാണ് തസല്ലല എന്ന് പറയുന്നത്. പുറത്തു പോണതിന് ഇവിടേക്ക് എന്താ എഴുതി വെച്ചത്? ഖുറൂജ്. അള്ള ഇവിടെ ഉപയോഗിച്ചതോ തസല്ലുൽ. അപ്പൊ എന്തോ വ്യത്യാസമുണ്ട്. ഖുറൂജ് എന്ന് പറയുന്നത് പോവാൻ ഒരു ഇടം വേണം, പോവാന് ഒരു തുറന്ന വാതിൽ എന്തെങ്കിലും വേണം. അങ്ങനെ പോണതിനാണ് എന്താ പറയാ? ഖുറൂജ്. തസല്ലുൽ എന്ന് പറയുമ്പോൾ ആരും അറിയാതെ ഒളിഞ്ഞു പോവാ. മല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ചുമര്, ഇതിപ്പോൾ ഒരു തടാകാണ് കൂട്ടുക. നിങ്ങളിവിടെ വെള്ളം ശേഖരിച്ചു ചിന്നൊന്ന് കൂട്ടുക സപ്പോസ്. അപ്പം അതിന് കുറേ തടസ്സം വെച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ചുമര്. ആ ചുമര് വല്ല വെണ്ടി കീറിയാൽ എന്തുണ്ടാവും? ആ വെള്ളം അതിലൂടെ ഇങ്ങനെ ലീക്കാവും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കൂല. ഇതിൻ്റെ അപകടം മനസ്സിലാകണമെങ്കിൽ വലിയ കപ്പലിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. ചെറിയൊരു ലീക്ക് ഉണ്ട് എന്ന് കൂട്ടുക. ആ സാധാരണ ലീക്കല്ല, അങ്ങനെ വണ്ടി അങ്ങനെ പോയിക്കോളും എന്ന് വിചാരിച്ച് ആ ലീക്ക് എന്താവും? വെള്ളം പോയി അത് വലിയ ലീക്കാവും. പിന്നെ വെള്ളം കെട്ടി അടിച്ചു കയറി ആ കപ്പലിലുള്ളവരെ എല്ലാവരും നശിക്കാൻ കാരണമാവും. മുസ്ലിം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ, മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. അവർ മെല്ലെ ചെറിയ വിടവുണ്ടാവും. നമ്മൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യില്ല? മൈൻഡ് ചെയ്യില്ല. അത് അത്ര പ്രശ്നമല്ല, പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ അവർ പോവാനുള്ള കാരണം ഒരു പക്ഷേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ സദസ്സിൽ, ഇപ്പം അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജുമാ ഖുത്ബയാവും. ആ ജുമാ ഖുത്ബയിൽ നിന്നാണ് അവർ പലപ്പോഴും പോവാറുള്ളത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നെ വലിയ സഭകളിൽ നിന്നോ അല്ലെങ്കിൽ ദർസിൽ നിന്നൊക്കെയാണല്ലോ അവർ പോവാറുള്ളത്. മുനാഫിക്കുകൾ അല്ല ചാടി പോവാറുള്ളത് അല്ലേ. പക്ഷെ അത് അറിയില്ല. അതുകൊണ്ട് ആ ലിവാസ, ഒരാളുടെ മറ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും, ആരെയും കാണുന്നുണ്ടോ, എൻ്റെ ബാക്കിൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് എല്ലാം അങ്ങോട്ട് പോവും. അതാണ് ലിവാസ. അപ്പം ആ രൂപത്തിൽ ആരും കാണാത്ത രൂപത്തിൽ സദസ്സിൽ നിന്ന് പോകുന്നതിനാണ് തസല്ലുൽ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്?
അപ്പം ആ തസല്ലുൽ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? പോവുന്ന എനിക്കൊരു ഭയമുണ്ട്, പിന്നെ ഞാനിങ്ങനെ ഒരു ഒളിഞ്ഞിരിക്കലുണ്ട് അല്ലേ, ഒരു കളവിൻ്റെ ഒരു വാസന അതിലുണ്ട്, പിന്നെ മെല്ലെ ആ പോണ പോക്ക് മെല്ലെ പതുക്കെ പതുക്കെ ആയിരിക്കും പോണത്. നമ്മൾ എന്താ പറയുക, ഉരിച്ചാടി പോവുക എന്നൊക്കെ പറയാറില്ലേ, ആ രൂപത്തിൽ പോണതിനാണ് എന്ത് പറയാ, തസല്ലുൽ എന്ന പദപ്രയോഗം അള്ളാഹു ഉപയോഗിക്കണം. ഇവിടെ ഇപ്പം അത് ആരെ പറ്റിയാ പറയുന്നത്? മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് മുനാഫിക്കുകളായ ആളുകൾ ഈ രൂപത്തിൽ പോവാറുണ്ടായിരുന്നു എന്നുള്ളതാ. ഇനി അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ സ്വഭാവം നബിന്റെ കാലഘട്ടത്തെ മുനാഫിക്കുകളെ പറ്റിയല്ലേ അല്ലേ? നബിന്റെ കാലഘട്ടത്തെ മുനാഫിക്കുകളാണ്. നമ്മളിൽ ആ സ്വഭാവം എങ്ങനെ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പൊ ഈ ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ വാച്ച് നോക്കിയിരിക്കുന്നുണ്ടാവും, ടൈമായോ ടൈമായോ. നമ്മളെ സൈക്കോളജിയാണത്, നമ്മളെ സൈക്കോളജിയാ. എന്താ? ആ തിർസിനോട് താല്പര്യമല്ല, ആർക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അല്ലേ? അതാണ് യതസല്ലലൂന ലിവാസ എന്ന് പറഞ്ഞതിലുള്ള ഒരു രഹസ്യം. കുട്ടൻസ് മനസ്സിലായോ? ചില ആളുകൾ ജുമാ കുത്തുബൊക്കെ ഇങ്ങനെ വരും, ബാപ്പാൻ്റെ ഒപ്പം ചില കുട്ടികൾ, എന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ അല്ലേ നിസ്കരിക്കാൻ വരെ മറന്നിട്ടുണ്ടാവും. യതസല്ലലൂന ലിവാസ. അപ്പോൾ ഇതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന ആളുകൾ അല്ലേ. ആ മൊബൈലിൽ പിന്നെ കാര്യം ശ്രദ്ധിക്കാതെ മൊബൈൽ ശ്രദ്ധ വരുത്തുക. അതേപോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ കുത്തുബൊക്കെ ഇങ്ങനെ പറയുണ്ടാവും, ഖുർആൻ്റെ ആയത്തുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ എന്തുണ്ടാവൂല, അക്കല് പ്രവർത്തിക്കൂല. അക്കല് അതിനോട് കൂടിയേക്കാരം ലൗകികമായ കാര്യത്തോടു കൂടിയേക്കും. പിന്നെ ഭൗതിക കാര്യം, ഇനിയിപ്പോൾ അടുത്ത കച്ചവടം ഇപ്പം എങ്ങനെ അല്ലേ, ഇയാൾ കുത്തുബ നീട്ടി ആ കച്ചവടം പിന്നെ 1000 കുറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിമലേക്കാരം അവരുടെ അക്കല് പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിപ്പോൾ നമ്മളെ പറ്റിയാ പറയണത് അല്ലേ, ഞാൻ എന്നെ പറ്റിയാ പറയണത്. അപ്പൊ ഈ മെന്റാലിറ്റി നമ്മളിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയണത്? ഖദ് യഅലമുല്ലാഹുല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ. മെല്ലെ ഒളിഞ്ഞു മാറി ആ സദസ്സിൽ നിന്ന് പോകുക എന്നുള്ളത് കാപ്പറ്റ്യത്തിന്റെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കണ നോക്കി നിങ്ങൾ, ഫല്യഅ്ദർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരം ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്ത്? അല്ലദീന യുഖാലിഫൂന അൻ അംരി, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ഈ ആളുകൾ. എന്താ ഇപ്പോൾ ഇവിടെ ധിക്കാരം? നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കണില്ലേ? നിങ്ങളിപ്പോൾ എന്തേ ധിക്കാരം പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആ മെന്റാലിറ്റിയാണ്, ആ സൈക്കോളജിയാണ് അവിടെ ധിക്കാരം അല്ലേ. വലിയ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. സാധാരണ സൂക്ഷ്മതയല്ലത്, ഭയപ്പെട്ട് കൊള്ളട്ടെ. യഹ്സർ എന്ന് പറയുന്നത് എന്താ? പേടിപ്പെടുത്തുന്ന ഒരു കാര്യം വരാനുണ്ട്, ആ കാര്യത്തെ ഭയപ്പെട്ട് കൊള്ളട്ടെ എന്നാണ് യഹ്സർ എന്ന് പറയുന്നത്. അതിലൊരു വാണിംഗ് ഉണ്ട്. പിന്നെ അല്ലദീന യുഖാലിഫൂന അൻ അംരി, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നു. ശരിക്കും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കാന്നുള്ളതിന് യുഖാലിഫൂന അംറഹു എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ അൻ അൻ എന്ന പ്രിപ്പറേഷൻ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? അവിടെയാണ് ഭാഷ പഠിക്കേണ്ടത്. ഭാഷ പഠിക്കേണ്ടത് എന്താ? അവിടെ യുക്തി എന്താ? യുഖാലിഫൂന അംറഹു എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ ആശയായി, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ. പക്ഷെ അൻ എന്ന് പറയുന്നത് എന്താ? അൻ അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് അവര് അതിദൂരത്ത് ഇരുന്നിട്ടാണ് നിൽക്കുക. കണ്ണങ്ങളെ, അൻ ബുഅദിനെ കാണിക്കാനാണ് അല്ലേ? അൻ ബുഅദിനെ കാണിക്കാണ്. ചില പിന്നെ രാഷ്ട്രീയ ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ, ചില ആളുകളൊക്കെ പിന്നെ ഞങ്ങൾ പറഞ്ഞുതരാം ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്. എവിടുന്നാ? ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കും, എന്നിട്ട് ജയിച്ചാൽ കൂടെ ഉണ്ടാവും, ഞങ്ങൾ വേക്കോട്ടനടിക്കും. അതാണ് അൻ. കപടവിശ്വാസികളുടെ ഒരു സ്വഭാവമാണ്. അവര് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പാഠങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിനെയും അവിടെ ഉള്ള ദർസിനെയും ഒക്കെ ദൂരത്തു നിന്ന് ഇങ്ങനെ വീഴ്ത്തും, അടുത്തു വരൂല. അപ്പം യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം എന്താ? അടുത്തിരിക്കുക എന്നുള്ളതാ. അടുത്തിരിക്കുക എന്നുള്ള. എന്തിനാ അള്ളാഹു തആല നമസ്കരിക്കുമ്പോൾ നിങ്ങൾ മുന്നിലെ സഫിൽ കൂലി കൂടുതൽ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? യഥാർത്ഥ വിശ്വാസിയാണ്. ഞാനൊക്കെ എപ്പോഴും ബാക്കിലായിരിക്കും. എന്താ കാരണം? വിശ്വാസത്തിന്റെ കുറവാണ്
അല്ലേ? അപ്പൊ അവിടെയൊക്കെ ഈ പ്രയോഗമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ? യുഖാലിഫൂന അൻ അംരി. അപ്പൊ അൻ എന്നുള്ളത് ബഅദിനെ കാണിക്കാനാണ്. അതിവിദൂരത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠങ്ങൾ അവര് എന്ത് ചെയ്യാ, ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നിട്ടൊന്നല്ല അവർ പറയാ. പിന്നെ അങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കണം. എന്ത്? അൻ തുസീബഹും ഫിത്തിന. എന്താ ഈ ഫിത്തിന എന്ന് പറയുന്നത്? ആപത്ത്. എന്ത് ആപത്താണ് പറയുന്നത്? എന്താപത്താണ് പറയുന്നത്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഫിത്തിനെ വിവരിച്ചത് അൽ ഖത്ൽന. ഒരു പട്ടണം വേണ്ടിയിട്ട് അയാൾ വധിക്കപ്പെടാൻ തന്നെ അത് കാരണം. ദുനിയാവിൽ ആരെയൊക്കെ വന്ന് വലിയ ഇതിലൊക്കെ അയാൾ കൊല്ലപ്പെട്ടേക്കാം എന്നാണ്. മറ്റ് ചില പോലുള്ള താപീയങ്ങൾ അതിന് വിശദീകരണം കൊടുത്തത് സിൽസാലുകള്, ഭൂമികുലുക്കം, ഭൂമി പ്രകമ്പനം, ഇതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് അവരെ, അഹ്വാലുകളെ കൊണ്ട് അവരെ നശിപ്പിച്ചേക്കാം എന്നാണ് അത്താഹിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് അല്ലേ? ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യന്റെ മനസ്സിങ്ങനെ എപ്പോഴും ഇങ്ങനെ പേടി, എന്തു കേൾക്കുമ്പോഴത്തേനും ഒരു പേടി, എന്തോ ഒരു അസ്വസ്ഥത അല്ലേ? അപ്പൊ വരുമോ, ഇന്ന് അടിക്കോ, നാളെ അടിക്കോ, ഇന്ന് അടിക്കോ, ഇങ്ങനെ ഉറക്കം കൂടി വരൂല. ഇതിനേക്കാൾ വലിയൊരു ഫിത്ന ഉണ്ടോ? നമ്മളെ മനസ്സിനൊരു സുഖമില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുമോ? ഷായിബേ, ഉറക്കം വരൂല അല്ലേ? അവിടെ ഇട്ടിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങോ? ഇല്ല. അവിടെ അടുത്തേ സ്ഥലം ഞാൻ പറഞ്ഞില്ല. ഇവിടെ അടുത്തിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂമിൽ ഉറങ്ങുമോ? ഇല്ല. ഒന്നും വേണ്ട. ഇവിടെ ഉള്ള ഒരു ദിൽസാലിന്റെ ആ പ്രകമ്പനം ഉണ്ടായപ്പോ നിങ്ങളൊക്കെ പാടെ ഇറങ്ങി ഓടിയില്ലേ? നമുക്ക് ഉറക്കം വരൂല അല്ലേ? അപ്പൊ അതന്നെയാണ് ഫിത്ന എന്നതാണ് ആധുനിക മുഫസ്സിറുകൾ അതിന് വിശദീകരിച്ചത്. അപ്പൊ ഈ രൂപത്തിലുള്ള ഫിത്നകളെ കൊണ്ട് ദുനിയാവിൽ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യും? അവരെ പരീക്ഷിക്കും. രണ്ടാമതൊന്നോ ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ പറയുന്നത് അത് ദുനിയാവിലും സംഭവിക്കും, പരലോകത്ത് എന്തായാലും. അപ്പം പരലോകത്ത് നരകശിക്ഷയാണ് എന്നതാണ് അധിക മുഫസ്സിറുകളും പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കി, ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആ ഇബാദിക്കും ബഅദ. അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിയെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ നിങ്ങൾ കണക്കാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പെരുമാറുന്നത് നിങ്ങൾ പരസ്പരം പെരുമാറുന്നത് പോലെ ആവരുത്. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞു പോകുന്ന ആളുകളെ അല്ലാഹു തആല അറിയുന്നുണ്ട്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, ഭയപ്പെട്ടു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ആപത്ത് വാദിക്കുന്നതിന് അത് ദുനിയാവിലാണ്. ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ വന്ന് ഭവിക്കുന്നതിന്. മതിയില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.